നിസ്കരിക്കുമ്പോ ഓഫാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഒരൊറ്റ ആളും ആ ഒരു നിർദ്ദേശം കേൾക്കൂല. ഇവിടെ പള്ളിന്റെ ഉള്ളിലും എഴുത്ത് ഉണ്ടാവും, ഇല്ലാതിരിക്കൂല അല്ലേ? ഉണ്ടാവും, എല്ലാ പള്ളിയിലുണ്ട് എഴുത്ത്. നമ്മൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് എഴുതിയിട്ട്, പക്ഷെ നമ്മൾ സൈലന്റ് ആക്കി വെക്കും. നമ്മളൊരു കാര്യം നോക്ക്, നിങ്ങൾ നിസ്കാരത്തിനോടുള്ള ഒരു കൂറില്ലായ്മ നോക്ക്. എന്നിട്ട് ആ ഒന്നെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ വെളിച്ചം കാണുമ്പോ മനസ്സ് ഫുള്ള് പോയി. ആരായിരിക്കും വിളിക്കുന്നത്? രാവിലെ വിളിച്ചിട്ട് കാശൊരാളുടെ പടച്ചോനെ അയാളേറ്റാവോ? ഇപ്പൊ ഈ നിസ്കാരങ്ങാനും മുറിക്കണോ, അല്ലെങ്കിൽ ഇനിയാള് വിളിക്കാതിരുന്നാലോ? എന്തെല്ലാം ചിന്ത. ഏകദേശം പോയി, നിസ്കാരം പൗതി മുക്കാലൊക്കെ പോയി, ഒക്കെ അങ്ങോട്ട് പോയി. പോയില്ലേ സഹോദരങ്ങളെ? ഞാൻ വെറുതെ പറയണം, ഒരു 5 മിനിറ്റ് അത് ഓഫാക്കി വെക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഉസ്താദ് ആരെങ്കിലും മരിച്ചാലോ? മരിച്ചാൽ നമ്മളെ ഫോൺ ഓണാക്കി വെച്ചോട് മരിച്ചാൾ ഹയാത്താവോ? മരിച്ചാൾ ഏതായാലും മരിച്ചില്ലേ? വിവരം അറിയാനല്ലേ? ഏത് വിവരം അറിയണമെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിയേണ്ടിയുള്ളൂ. നിസ്കാരത്തിന്റെ ഇടയിൽ വേറെ ആൾ മരിച്ചാറിട്ട് വെറുതെ കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സ് തിരിയാന്ന് മാത്രല്ല, നിങ്ങൾ നോക്കി ഇപ്പത്തെ വർത്തമാന കാലത്തുള്ളത്, ഈ വർത്തമാന കാലത്തൊക്കെ ടച്ചിങ് അല്ലേ? ടച്ചിങ് ആയതുകൊണ്ട് പല ആൾക്കാരും ധരിച്ചിട്ട് എന്താണെന്നറിയോ? അത് കയ്യിന്റെ ഒരു വിരലിങ്ങനെ 3 അനക്കാൻ ഇങ്ങനെ നിസ്കാരം പാത്തിലാവുള്ളൂ. അതെ, ഒരു വിരലിങ്ങനെ ഒരു 8 ഇറങ്ങുമ്പോത്തിന് 3 ആവില്ലല്ലോ. അപ്പൊ ഒന്നിങ്ങനെ നീക്കിയതിന് കുഴപ്പമില്ല. എന്നാലും ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരാൻ പാടില്ല. പടച്ചവനോടാണ് ഇപ്പുറത്ത് സംസാരിക്കുന്നത്, പക്ഷെ നേരെ ഇപ്പുറത്ത് മുപ്പൊരു പടച്ചവനോടുള്ള സംസാരമൊക്കെ ശ്രദ്ധൊക്കെ മാറ്റി ഒറ്റ വിരലോണ്ടൊരു നീക്കൽ. ചിലർക്ക് ടച്ച് ചെയ്താൽ മതി, നീക്കൊന്നും വേണ്ട, ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പൊ ഒരു അനക്കല്ലേ ആവുള്ളൂ. സഹോദരാ, ശ്രദ്ധ മുഴുവനും മാറിപ്പോയി. നിന്റെ ശ്രദ്ധ മുഴുവനും നിസ്കാരത്തിൽ മാത്രമാണ് വേണ്ടത്. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ പിന്നെ ആ നിസ്കാരം ആർക്കുള്ളതാണ്? യഥാർത്ഥ നിസ്കാരം അതിനെ പറ്റി പറയാൻ പറ്റുമോ? ഇഖ്ലാസ് പോയില്ലേ? മറ്റൊന്നിലേക്ക് ഖൽബ് പോയതോടുകൂടെ. സഹോദരങ്ങളെ, അങ്ങനെയല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? ഒരാള് സുജൂദിലേക്ക് പോകുമ്പോ നല്ല കടിക്കുന്ന ഒരു ഉറുമ്പ് ഇങ്ങനെ വരുന്നത് കണ്ടു. ഉറുമ്പ് മുന്നിലൂടെ ഇങ്ങനെ വരികയാണ്, ഇയാള് സുജൂദിലേക്ക് പോകാണ്. നെറ്റി വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ഉറുമ്പ് വന്ന് കടിക്കുമോ എന്ന് കരുതിയിട്ട് നെറ്റി അങ്ങ് ഉയർത്തിപ്പോയി. ഈ ഉറുമ്പിന്റെ കടി പേടിച്ചിട്ടാ നെറ്റി ഉയർത്തിയതെങ്കിൽ ആ സുജൂദ് ശരിയായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും അയാൾ സുജൂദ് ചെയ്യേണ്ടിയിരിക്കുന്നു.